ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ അവൽ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അവലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാൽ പിന്നെ തുടങ്ങാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും അവലെടുത്തിട്ടുണ്ട്. ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഒരു പാനിലേക്ക് ഇട്ട് നല്ല പോലെ വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അവൽ വറുത്തതിന് ശേഷം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. അടിയിലുള്ളത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനി നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മൾ വറുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോകരുത്. വെളുത്തിരുന്നാൽ മാത്രം മതി. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ച് കിസ്മസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്നായി കിട്ടുമ്പോൾ മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങ് വറുത്ത് കിട്ടുമ്പോൾ നമുക്ക് അതും ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര ഇതുപോലെ ഉരുക്കാനായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. കുറച്ച് ഈന്തപ്പഴം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്ത പാനിലേക്ക് നമുക്ക് ആ ശർക്കരയൊന്ന് അരിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങയും അവലും വറുത്ത് വെച്ചതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 4 ഏലക്കായ മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച അവലും തേങ്ങയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച കിസ്മസും അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കാം. പതിയെ ചൂടാറി തുടങ്ങുമ്പോൾ കുറച്ച് ചൂട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. എന്നാൽ ചൂടില്ലാതിരിക്കുകയും ചെയ്യരുത്. നമുക്ക് എന്നിട്ട് ഇതുപോലെ അരിയുണ്ട ഉരുട്ടണ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ അവലുണ്ട നമുക്ക് ഓരോന്നായി ഓരോ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ അവലുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ അവൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇതൊക്കെ കഴിച്ചോളും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണിത്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്കൊക്കെ ഇരിക്കും, കേടായി പോകുമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.